സെപ്പറേറ്റഡ് സോണിൽ കാവ്യം നിൽക്കുന്നു ബാവുട്ടിയുടെ നാമത്തിൽ അഭിനയിക്കുമ്പോൾ എന്ന് ഞാൻ പറയും. കാരണം കാവ്യ ഞാൻ എഴുതിയിട്ടുള്ള ഒറ്റ ഡയലോഗും ആ സിനിമയിൽ പറഞ്ഞിട്ടില്ല. അതിൻ്റെ മുഴുവൻ നീലേശ്വരം ഭാഷ്യമാണ് കാവ്യ പറഞ്ഞിട്ടുള്ളത്. അതൊരു വലിയ കാവ്യയ്ക്കത് വളരെ നിസ്സാരമായി ആനന്ദത്തോടും കൂടി ചെയ്യാൻ കഴിഞ്ഞു. പക്ഷേ മറ്റൊരു നടൻ അദ്ദേഹം സ്ഥിരമായി അല്ലെങ്കിൽ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഭാഷയെ മറികടന്ന് ഈ ഭാഷാഭേദങ്ങളെ മലയാള സിനിമയിൽ വളരെ ഭംഗിയായി അവതരിപ്പിച്ചിട്ടുള്ള ആളാണ്. ഒരു പുസ്തകം തന്നെ ഇറങ്ങി, മമ്മൂട്ടി എന്ന നടൻ്റെ വിവിധ കഥാപാത്രങ്ങളെ കുറിച്ചൊരു പുസ്തകം തന്നെ മാതൃഭൂമി ബുക്സ് ഇറക്കി. മമ്മൂക്ക മലപ്പുറം എന്നാണ് ഞങ്ങൾ ആ സിനിമയുടെ പശ്ചാത്തലത്തെക്കുറിച്ച് പറഞ്ഞത്. മലപ്പുറം ജില്ല, മഞ്ചേരി അതെ. മഞ്ചേരിയുമായി മമ്മൂക്കയ്ക്ക് സിനിമയ്ക്ക് മുമ്പുള്ള ബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബാവുട്ടി മഞ്ചേരിയുടെ പ്രാദേശിക ഭാഷ സംസാരിക്കുന്നു, കാവ്യ വനജയായി നീലേശ്വരം ഭാഷ സംസാരിക്കുന്നു. ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കട്ടെ എൻ്റെ ബാവുട്ടിയെ. നിങ്ങളിപ്പോ വന്ന ദുബൈക്ക് ഞാനടപ്പ ഞാൻ എടുത്തന്നല്ലുണ്ടായിനി ഞാനവിടെ പോയിനി. അല്ല നിങ്ങൾ ദുബൈ തന്നെ ഇപ്പൊ? ഞാനാ അങ്ങനെയൊന്നുമില്ല, ഇപ്പൊ ഇടക്കിടക്കെല്ലാം വരും ഇവിടത്തേക്ക്. നടക്കണം ഇടിയില്ലപ്പേനെല്ലാം ഒന്ന് കണ്ടിട്ട് പോലെന്നെ പരിപാടിയാ. ഓ പരിപാടിയാ ഉഷാറന്നെ, ഉഷാറാക്കിന് എല്ലാരും അല്ലേ, ജോറാക്കിട്ടേ. എന്താ നമ്മളെ ആൾക്കാര് കൊറേ ഉണ്ട് കേട്ടാ. നിങ്ങളാൾക്കാരാ? പിന്നല്ലാണ്ട് നമ്മളാളുകളുണ്ട്, നമ്മളാൾക്കാരുണ്ട്. മലപ്പുറം മഞ്ചേരി നീലേശ്വരം വലിയ വ്യത്യാസമൊന്നും ഇല്ല, അടുത്തടുത്ത് തന്നെയാണ്. നിങ്ങൾ വേണേ ഇപ്പൊ വോട്ടിട്ട് നോക്കിയോളി, വോട്ടിട്ട് നോക്കിയാല് നമ്മള് നീലേശ്വരംകാരനല്ലേ ജയിക്കല്. മലപ്പുറം മഞ്ചേരിയും ദുബൈയും വേറെയാണ്. നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത്? മുഴുവൻ നമ്മളാളുകളന്ന്. എനിക്ക് തോന്നുന്നു മുകേഷിന്റെ മുഖത്തുള്ളൊരു ചിരി ഈ സിനിമ ഇറങ്ങുമ്പോൾ മലയാളത്തിൽ സബ് ടൈറ്റിലിംഗ് ഉണ്ടാവുമോ എന്നാണ് മുകേഷ് ചിന്തിക്കാൻ സാധ്യതയുള്ളത്.